Hey all, myself Shilpa. Welcome to Green Club. We proudly present to you an online course EXAMJET. So ഈ ഒരു പ്രോഗ്രാം നമ്മുടെ KT യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആൻഡ് ഫോർത്ത് ഇയർ BTech സ്റ്റുഡൻസിനുള്ളതാണ്. ആൻഡ് ദിസ് കോഴ്സ് ഇസ് ഫുള്ളി എക്സാം ഓറിയൻറ്റഡ്, അതായത് യൂണിവേഴ്സിറ്റി എക്സാംസ്, സെം എക്സാംസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. And this course is especially for civil guys. And trust me guys, this course is gonna be very useful as well as interesting. So are you ready guys? We'll move on to the topics. So today's discussion is all about C305, the Geotechnical Engineering 2. So in module 1, ഇതാണ് നമ്മുടെ സിലബസ്. സോയിലിൽ ലോഡ് വരുമ്പോൾ അതിനകത്തുണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ് ഈ മൊഡ്യൂൾ ഫുള്ള്. സോ ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ സിലബസ്, ആ സബ്ജക്റ്റിൻ്റെ സിലബസ്, അതേപോലെ ഓരോ ടോപ്പിക്സിന് വരുന്ന വെയിറ്റേജ്, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ വേണം. അപ്പോഴാണ് നമ്മൾ എന്താ പഠിക്കുന്നത്, എന്തിനാണ് പഠിക്കുന്നത്, എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട്, എങ്ങനെ പഠിക്കണം, എല്ലാത്തിനെയും കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. സോ ഈ ഒരു മൊഡ്യൂളിൽ ബോസിനിക്സിൻ്റെ അസംഷൻസ് വരുന്നുണ്ട്, ബോസിനിക്സിൻ്റെ കുറച്ച് ഇക്വേഷൻസ് വരുന്നുണ്ട്, അതായത് വേർട്ടിക്കൽ സ്ട്രെസ്, സോയിലിൽ വരുന്ന വേർട്ടിക്കൽ സ്ട്രെസ്സസ് കണ്ടുപിടിക്കാനുള്ള കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഡെറിവേഷൻസ് ഒന്നുമില്ല, നമുക്ക് ഇക്വേഷൻ പഠിക്കുക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ എക്സാമിന് വരിക. പിന്നെ ചെറിയ ടോപ്പിക്സ് ലൈക്ക് ന്യൂമാർക്സ് ചാർട്ട്, ഐസോബാർസ്, പ്രഷർ ബൾബ്സ്, ഇത്രയേ ഉള്ളൂ ആകെ നമ്മുടെ ഈ മോഡ്യൂളിൽ വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് അസംഷൻസ് ഓഫ് ബോസിനിക് സൊല്യൂഷൻ. സോ എന്തൊക്കെയാണ് അസംഷൻസ്? ഫസ്റ്റ് വൺ ഇസ് ദ സോയിൽ മാസ് ഇസ് ഹോമോജീനിയസ്, ഐസോട്രോപിക് ആൻഡ് സെമി ഇൻഫിനിറ്റ്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ എന്താ? ഹോമോജീനിയസ് മീൻസ് ഓൾ പാർട്ടിക്കിൾസ് ആർ സിമിലർ. നമ്മുടെ സോയിൽ മാസിലെ എല്ലാ പാർട്ടിക്കിൾസും സിമിലർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ ഐസോട്രോപിക്? ഐസോട്രോപിക് എന്ന് വെച്ചാൽ എല്ലാ ഡയറക്ഷനിലേക്കും സിമിലർ ഓർ ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള പാർട്ടിക്കിൾസ് ആണുള്ളത്. ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ സെമി ഇൻഫിനിറ്റ്? ഇൻഫിനിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഇൻഫിനിറ്റ് മീൻസ് സെമി ഇൻഫിനിറ്റ് മീൻസ് നമ്മൾ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴത്തേക്ക് എല്ലാ ഡയറക്ഷനിലേക്കും ഇൻഫിനൈറ്റ് ഡെപ്താണ് ഓർ ഇൻഫിനൈറ്റായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവലെങ്കിൽ ഇതിൻ്റെ താഴത്തേക്ക് എല്ലാ ഡയറക്ഷനിലേക്കും ഇൻഫിനിറ്റ് ആണ്. നൗ സെക്കൻഡ് അസംഷൻ ഇസ് സോയിൽ ഇസ് ഇലാസ്റ്റിക് ആൻഡ് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. സോ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, ഡെപ്ത് കൂടുന്തോറും മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വേരി ആവും. എങ്കിലും നമ്മൾ അസ്യൂം ചെയ്യാണ് ഇങ്ങനെ മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ സോയിൽ ഇസ് ഇലാസ്റ്റിക് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് സോയിൽ ഇസ് വെയ്റ്റ്ലെസ്, അതായത് സോയിൽ പാർട്ടിക്കിൾസിന് വെയ്റ്റ് ഇല്ല ആൻഡ് ഇറ്റ്സ് ഫ്രീ ഫ്രം റെസിഡ്യുവൽ സ്ട്രെസ്സസ്. റെസിഡ്യുവൽ സ്ട്രെസ്സസ് എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഇതേവരെ ആ സോയിൽ മാസ് സ്ട്രെസ് ചെയ്യപ്പെട്ടിട്ടില്ല, അതുപോലെ ഒരു ലോഡും ഇതേവരെ വന്നിട്ടില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നെക്സ്റ്റ് അസംഷൻ ഇസ് ദ സ്ട്രെസ്സസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സിമെട്രിക്കലി വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ്. ഓക്കെ, സോ വിച്ച് ഇസ് ദി സെഡ് ആക്സിസ്? ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എങ്കിൽ ദിസ് ഇസ് ദി എക്സ് ആക്സിസ്, ദിസ് ഇസ് ദി വൈ ആക്സിസ് and this is the z axis. സോ ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ മൊഡ്യൂളിന് ചോദിക്കാവുന്ന ഒരു മോസ്റ്റ് പോസിബിൾ തിയറി ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെന്തായാലും ആരും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, എന്തായാലും സിമ്പിളാണ്, സോ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വാട്ട് ഈസ് ബോസിനിക്സ് ഇക്വേഷൻ? അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്, ഇതിലൊരു പോയിൻ്റ് ലോഡ് ക്യൂ ആക്ട് ചെയ്യുന്നു. സോ ഈ ഒരു പോയിന്റിൽ വരുന്ന വേർട്ടിക്കൽ സ്ട്രെസ് എന്തായിരിക്കും? ഇസ് ഈക്വൽ ടു Q by Z square into IB.
Q is the load intensity, is the value of load intensity, and Z എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ഏത് ഡെപ്തിലാണ് കിടക്കുന്നത്. And what is IB? IB is the Boussinesq influence coefficient. എന്താ Boussinesq influence coefficient? എന്താ Boussinesq influence coefficient IB is equal to 3 by 2 pi into 1 by 1 plus r by z square whole 5 by 2. സോ ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനോ ഒന്നും നമുക്ക് പഠിക്കാനില്ല. തൽക്കാലം നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കുക. ഇതിലേക്ക് നേരെ നമ്മുടെ തന്നിരിക്കുന്ന ഡാറ്റാസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. സോ ഇതിൽ ഈ ഇക്വേഷനിൽ നമ്മുടെ ആർ എന്ന് പറയുന്നത് റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. ആൻഡ് സെഡ് നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് ദ ഡെപ്ത് at which the point is located. So നമ്മൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. So a concentrated load of 2000 kilonewton is applied at the ground surface. Determine the vertical stress at a point P which is 6 meter directly below the load. Also calculate the vertical stress at point R, which is at a depth of 6 meter but a radial distance of 5 meter from the axis of load. സോ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെ ലോഡും പോയിന്റിലെ സ്ട്രെസ്സും അതേപോലെ ആർ എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെ സ്ട്രെസ്സും കണ്ടുപിടിക്കണം. അതിൻ്റെ ഡെപ്തും റേഡിയൽ ഡിസ്റ്റൻസും എല്ലാം തന്നിട്ടുണ്ട്. ലോഡ് ഇൻറ്റൻസിറ്റിയും തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇക്വേഷൻ എന്താ? സിഗ്മ സെഡ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു ഐ ബി. ക്യൂ ഇസ് ദി ലോഡ് ഇൻറ്റൻസിറ്റി, അതായത് 2000, ആൻഡ് സെഡ് ഇസ് ദി ഡെപ്ത്. ഫസ്റ്റ് നമുക്ക് പീൻ്റെ കേസ് നോക്കാം കേട്ടോ. പീൻ്റെ കേസിൽ സെഡ് എത്രയാണ്? 6 മീറ്റർ. ആൻഡ് ഐ ബി എന്താ? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ്. Influence coefficient is 3 by 2 pi 1 by 1 plus r by z square whole raised to 5 by 2 അല്ലേ. ഇതിൽ ആർ എന്താ വരിക? റേഡിയൽ ഡിസ്റ്റൻസ്. റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ ലോഡ് ആക്സിസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്, എത്ര പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഇതിപ്പോൾ പി എന്ന് പറയുന്നത് നേരെ ആ ലോഡ് ആക്സിസ് തന്നെ കിടക്കണം. സോ ദ റേഡിയൽ ഡിസ്റ്റൻസ് ഇസ് 0. ആൻഡ് സെഡ് എന്ന് പറയുന്നത് ഡെപ്ത്. ഡെപ്ത് എത്രയാ? 6 മീറ്റർ. സോ ഐ ബി ബിക്കംസ് 3 by 2 pi so IB becomes 0.4774. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സിഗ്മ സെഡ് എന്ത് കിട്ടും? 2000 into IB, അതായത് 0.4774 divided by z square, അതായത് 6 square, which is 26.525 watt kilonewton per meter square. ഓക്കെ. നെക്സ്റ്റ് ആറിൻ്റെ കേസ്. ആറിൻ്റെ കേസിൽ എന്താ വരിക? ക്യൂ ഇസ് ദ സെയിം 2000 ആൻഡ് സെഡും സെയിം തന്നെ 6 മീറ്റർ ഡെപ്ത് എന്നാണ് അവർ പറഞ്ഞത്. ആൻഡ് ഐ ബി എന്താ വരിക? ഐ ബി ഈസ് ഈക്വൽ ടു 3 by 2 pi 1 by 1 പ്ലസ് അത് നമുക്കറിയാം. സോ അതിൽ ആർ എന്താ വരിക? റേഡിയൽ ഡിസ്റ്റൻസ് ഒരു 5 മീറ്റർ എന്നുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 5 ആൻഡ് സെഡ് 6. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3 by 2 pi 1 by 1 plus. ഓക്കെ. സോ 0.1277.
അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2000 by 6 square into IB. So 7.097 kilonewton per meter square. അതാണ് R എന്ന് പറഞ്ഞ പോയിന്റിൽ വരുന്ന വെർട്ടിക്കൽ സ്ട്രെസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഒരു പോയിന്റ് ലോഡിൻ്റെ കേസാണ്. ഇനിയിപ്പോൾ ഒരു സ്ട്രിപ്പ് ലോഡാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ്സ് സീ. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവൽ വിചാരിക്കാം. ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ലോഡ് ഓഫ് Q ഇൻറ്റൻസിറ്റി ആൻഡ് B വിഡ്ത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എനിക്കിതാ ഈ പോയിന്റ് പിയിലുള്ള സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എന്ത് ചെയ്യും? ഇക്വേഷൻ ഇസ് സിഗ്മ z is equal to Q by pi into 2 theta plus sin 2 theta cos 2 phi. Q എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് ഇൻറ്റൻസിറ്റി. എന്ത് ഈ തീറ്റയും ഫൈ ഒക്കെ എന്താ? തീറ്റ is equal to beta 2 minus beta 1 by 2 and phi is beta 1 plus beta 2 by 2. ഇനിയിപ്പോൾ ഈ beta 1 beta 2 എന്താ? Here beta 1 and beta 2 are these angles. ഇനി എനിക്ക് ഈ സ്ട്രിപ്പ് ലോഡിൻ്റെ സെൻട്രൽ ആക്സിസിൽ ഇതാ ഇവിടെ ഏതെങ്കിലും ഒരു പോയിൻറ്റ് സ്ട്രെസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? സോ ദ ഇക്വേഷൻ ബിക്കംസ് സിഗ്മ z is equal to Q by pi into 2 theta plus sin 2 theta. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. A wall of the building foundation of width 3 meter and length 30 meter carries a UDL of 300 kilonewton per meter. Compute the vertical stress along the center of foundation at a depth of 3 meter below the foundation. സോ നമ്മുടെ ഫിഗർ ഇങ്ങനെ വരും. സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സിഗ്മ z is equal to Q by pi into 2 theta plus sin 2 theta. Q എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് ഇൻറ്റൻസിറ്റി, അതായത് തന്നിട്ടുണ്ട് 300 kilonewton per meter തന്നിട്ടുണ്ട്. ആൻഡ് തീറ്റ എന്താ? തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. സോ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ടാൻ തീറ്റ യൂസ് ചെയ്തിട്ട് ടാൻ തീറ്റ is equal to എന്താ? ടാൻ തീറ്റ is equal to 1.5/3 ആണ് വരിക ഈ കേസിൽ. സോ തീറ്റ എന്താ വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് 1.5/3 വരും, which is equal to 26.56. അത് ഈ തീറ്റയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 2 തീറ്റ നമ്മൾ റേഡിയൻസിലാണ് എഴുതുക. റേഡിയൻസ്. സോ എങ്ങനെ റേഡിയൻസിലേക്ക് കൺവേർട്ട് ചെയ്യുക? അത് ജസ്റ്റ് ഇൻറ്റു π/180 ചെയ്യുക. സോ എന്താ വരിക? സോ 26.56 ഇൻറ്റു π/180 is equal to 0.4636 എന്ന് വരും. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സിഗ്മ z is equal to 164.92 kilonewton per meter square എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പോൾ ഒരു സർക്കുലർ ലോഡാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഫൂട്ടിങ്സ് ചിലപ്പോൾ സർക്കുലർ ആവാം, അല്ലെങ്കിൽ വാട്ടർ ടാങ്ക് സർക്കുലർ ആവാം. അങ്ങനത്തെ ലോഡ് ഇപ്പോൾ ഒരു സർക്കുലർ ലോഡ് ഓഫ് Q ഇൻറ്റൻസിറ്റി ആൻഡ് റേഡിയസ് R ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതാ ഈ ഒരു ഡെപ്തിലുള്ള ഈ പോയിന്റിൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. സോ ദ ഇക്വേഷൻ ബിക്കംസ് സിഗ്മ z is equal to Q into IC. So Q is the value of load intensity and IC is equal to 1 minus 1/1 plus R by Z square whole raised to 3/2. ഇതിൽ R എന്താ വരിക? R is the radius. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് R. അതേപോലെ Z എന്ന് പറയുന്നത് നമ്മൾ ഏത് പോയിന്റിലാണ് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആ പോയിന്റ് ഏത് ഡെപ്തിലാണ് കിടക്കുന്നതെന്നുള്ളത്.
ഓക്കെ, സോ നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കാം. സോ വാട്ടർ ടാങ്ക് ഇസ് റിക്വയർഡ് ടു ബി കൺസ്ട്രക്റ്റഡ് അറ്റ് എ പ്ലേസ് with a circular foundation having dia of 60 meter, founded at a depth of 2 meter below the ground surface. The load intensity is 325 kilonewton per meter. So sigma z ന്റെ ഇക്വേഷൻ എന്താണ്? Q into IC. Q അവർ തന്നിട്ടുണ്ട്, ഇറ്റ്സ് 325 kilonewton per meter. ആൻഡ് ഐ സി എന്താ? ഐ സി ഇക്വേഷൻ നമുക്കറിയാം. അതിൽ ആർ എന്താ? റേഡിയസ്, ഡയമീറ്റർ വന്നിട്ടുണ്ട് 16 മീറ്റർ. സോ ദ റേഡിയസ് ഇസ് 8 മീറ്റർ. ആൻഡ് സെഡ് ഡെപ്ത് എന്താ? 2 മീറ്റർ എന്നാണ് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഐ സി എന്ത് കിട്ടും? സോ ഐ സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഐ സി ഇസ് 0.9857. ഓക്കെ, സോ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സിഗ്മ സെഡ് എന്ന് കിട്ടും 325 ഇൻറ്റു 0.9857, 320.36 kilonewton per meter square. സോ അതാണ് ഈ കേസിൽ വരുന്ന വെർട്ടിക്കൽ സ്ട്രെസ്. സോ നെക്സ്റ്റ് ഒരു റെക്റ്റാങ്കുലർ ലോഡാണെങ്കിൽ ഇനി എന്ത് ചെയ്യും നോക്കാം. നമ്മുടെ ഫൂട്ടിങ്സ്, അതായത് ഇപ്പം കുളത്തിൻ്റെ അടിയിൽ കൊടുക്കുന്ന ഫൂട്ടിങ്സൊക്കെ മോസ്റ്റ്ലി റെക്റ്റാങ്കുലർ ഷേപ്പായിരിക്കും. സോ അങ്ങനെ ലോഡിങ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നോക്കാം. സോ റെക്റ്റാങ്കുലർ ലോഡ്സ് വരുമ്പോൾ സിഗ്മ സെഡ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഐ എൻ ഇൻറ്റു ക്യൂ. ക്യൂ ഇസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഐ എന്ന് പറയുന്നത് എന്താ? It's the Newmark's influence coefficient. So what is Newmark's influence coefficient? See, എന്താണ് നമ്മുടെ Newmark's influence coefficient? 1/2 pi into mn by root m square plus n square plus 1 and goes on etc. ഇത് കാണുമ്പോൾ കുറച്ച് വലുതായിട്ടൊക്കെ തോന്നും, പക്ഷേ ഇറ്റ്സ് സിമ്പിൾ. 3 ടേംസേ ഉള്ളൂ. ഇവിടെ ഒരു എം എൻ എഴുതുക, ഇവിടെ ഒരു എം എൻ വരും, ഇവിടെ റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പ്ലസ് 1, ഇവിടെ എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പ്ലസ് 2, ഇവിടെ എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എൻ സ്ക്വയർ പ്ലസ് 1. സെയിം തന്നെ ഇവിടെ വരും. ഇവിടെ ഒരു റൂട്ട് ഇടണം, എന്നിട്ട് ഇവിടെ ഒരു ഇൻറ്റു സൈൻ ഇടുക, ഇവിടെ ഒരു പ്ലസ് സൈൻ ഇടുക, ഇവിടെ ഒരു സൈൻ ഇൻവേഴ്സ്. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. വെയിറ്റ്, ഇതിലിപ്പോൾ എമ്മും എന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. എം എസ് ബി ബൈ സെഡ് ആൻഡ് എൻ എസ് എൽ ബൈ സെഡ്. ബി എന്ന് വെച്ചാൽ ആ ഒരു റെക്റ്റാങ്കുലർ ലോഡിൻ്റെ വിഡ്ത്തും, എൽ എന്ന് പറഞ്ഞാൽ ആ റെക്റ്റാങ്കുലർ ലോഡിൻ്റെ ലെങ്ത്തുമാണ്. ഓക്കെ, സെഡ് ഇസ് ദി ഡെപ്ത്. നമ്മൾ ഏത് പോയിൻറ്റിലാണ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ പോയിൻറ്റിൻ്റെ ഡെപ്ത്. ഓക്കെ, സോ ഹിയർ ഇസ് യുവർ ക്വസ്റ്റ്യൻ. റെക്ടാങ്കുലർ ലോഡഡ് ഏരിയ 3 meter into 2 meter carries a load of 80 kilonewton per meter square. Determine the vertical stress at point P. സോ ഇതിന് 4 കേസായിട്ട് ചോദിക്കാം. ഒന്നെങ്കിൽ നമ്മുടെ റെക്റ്റാങ്കുലർ ലോഡഡ് ഏരിയയുടെ നേരെ കോർണറിൻ്റെ അടിയിലായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എനിവെയർ അണ്ടർ ദ ലോഡഡ് ഏരിയ, എവിടെയെങ്കിലും നമ്മുടെ ഈ ലോഡഡ് ഏരിയയുടെ അടിയിൽ എവിടെ വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ലോഡഡ് ഏരിയ, ആ ലോഡഡ് ഏരിയയുടെ പുറത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ആ എഡ്ജ്, ആ ലോഡഡ് ഏരിയയുടെ ആ ഷേപ്പിൻ്റെ എഡ്ജിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ സ്ട്രെസ് ചോദിക്കാം. സോ നമുക്ക് 4 കേസസും ഡിസ്കസ് ചെയ്യാം. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് കേസിൽ എന്താ പറയുന്നത്? വിച്ച് ഇസ് ലൊക്കേറ്റഡ് അണ്ടർ എ കോർണർ ഓഫ് റെക്ടാങ്കുലർ ലോഡഡ് ഏരിയ അറ്റ് ഡെപ്ത് 1 meter. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ ലോഡഡ് ഏരിയ ഓഫ് 3 meter by 2 meter. സോ നമുക്ക് ഇവിടെ ഏത് കോർണറിലെടുത്താലും നമ്മുടെ ഇക്വേഷൻ എന്താ?
ക്യൂ ഇൻറ്റു ഐ എൻ ആണ് അല്ലേ. ഇതിപ്പോൾ ഇതിൽ എമ്മും എന്നും സെയിം ആയിരിക്കില്ലേ. ഏത് കോർണറിൽ എടുക്കുകയാണെങ്കിലും എമ്മിൻ്റെ വാല്യൂം എന്നിൻ്റെ വാല്യൂം സെയിം ആയിരിക്കും. ബിക്കോസ് ലെങ്ത്തും വിഡ്ത്തും ഏത് കോർണറിനായാലും സെയിം തന്നെയല്ലേ. ഓക്കെ, സോ എമ്മിൻ്റെ വാല്യൂ എന്താ വരിക? എം ഇസ് ബി ബൈ സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2/1 which is equal to 2, and n is L by Z, so 3/Z. Z is 1, so n ൻ്റെ വാല്യൂ 3. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, എന്താ കിട്ടുക? ഐ തിങ്ക് 9.315. ഓക്കെ, ഇതിനി നമ്മുടെ സിഗ്മ സെഡ് ഫോർമുലയായിട്ട് നോക്കാം. സോ എന്ത് വരും? 80 ഇൻറ്റു 9.315 is equal to 745.26, 745.26 kilonewton per meter square. അടുത്ത കേസ് നോക്കി നോക്കൂ. അടുത്ത കേസിൽ നമ്മുടെ ഈ റെക്ടാങ്കുലർ ലോഡഡ് ഏരിയയുടെ അടിയിൽ എവിടെയെങ്കിലും, ഇൻസൈഡ് ലോഡഡ് ഏരിയയിൽ എവിടെയെങ്കിലും, സപ്പോസ് എനിക്കിതാ ഈ പോയിന്റിൽ സ്ട്രെസ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. ആൻഡ് ഇതിൻ്റെ ഇക്വേഷൻ വരും, ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് വരുന്നത്, സപ്പോസ് ദിസ് ഇസ് 1, 2, 3 and 4. Influence coefficient in is equal to in1 plus in2 plus in3 plus in4. ഈ ഓരോ റെക്ടാങ്കിളിൻ്റെയും ചെറിയ റെക്ടാങ്കിളിൻ്റെയും ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ആഡ് ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് കിട്ടുള്ളൂ. സോ ഓരോന്നിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് റെക്ടാങ്കിളിൽ എന്താ വരിക? അതിൻ്റെ എം എൻ വാല്യൂസ് എന്താ വരിക? സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഡെപ്ത്ത് 2 മീറ്റർ ആണ് കേട്ടോ. സോ എമ്മിൻ്റെ വാല്യൂ എന്ത് വരും? 1.5/2 വിച്ച് ഈസ് ഈക്വൽ ടു 0.75. ആൻഡ് എന്നിൻ്റെ വാല്യൂ എന്ത് വരും? ലെങ്ത് ബൈ depth, that is 2/2 which is equal to 1. Okay, therefore in of 1 എന്ത് വരും? എനിക്ക് 4.08 എന്ന് കിട്ടി. സോ ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് റെക്ടാങ്കിളിൻ്റെ in വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. അതിൻ്റെ എം വാല്യൂ എന്താ വരിക? എം ആൻഡ് എൻ, എം ഇസ് ഈക്വൽ ടു 1.5/2 which is equal to 0.75. n എന്താ വരിക? n is 1/2 which is equal to 0.5. ഓക്കെ, സോ in വാല്യൂ എന്താ വരിക? എനിക്ക് 2.54 എന്ന് കിട്ടി. 2.54. ഓക്കെ, ഇനി നെക്സ്റ്റ് റെക്ടാങ്കിൾ, തേർഡ് റെക്ടാങ്കിളിൻ്റെ എന്താ കിട്ടുക? എനിക്ക് 1.611 എന്ന് കിട്ടി. ആൻഡ് in4 എന്ത് വരും? എനിക്ക് i4 1.02 എന്ന് കിട്ടി. 1.02. സോ
സോ ടോട്ടൽ IN എന്താ പറയുക, എല്ലാം കൂടി ആഡ് ചെയ്യാം. സോ 4.08 plus 2.54 plus 1.61 plus 1.02 is equal to, it's 9.25. Okay. സോ നമ്മുടെ സ്ട്രെസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 80 into 9.25 is equal to 740 എന്ന് കിട്ടും. 740 kilonewton per meter square. Okay, next point, anywhere outside the loaded area ആണ് ചോദിച്ചിട്ടുണ്ട്. At depth 1.5 meter. സോ മേ ബി എനിക്കിത് ഈ പോയിന്റിൽ സ്ട്രെസ്സാണ് എനിക്ക് കണ്ടുപിടിക്കുന്നത് വിചാരിക്കാം. സോ ഞാൻ ജസ്റ്റ് റെക്ടാങ്കിൾസിന് നെയിം ചെയ്തിട്ടുണ്ട്, ABCDEF അങ്ങനെ. സോ ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് IN of AEGI minus IN of BEGH minus IN of CFGI and plus IN of DFGH. ഓക്കെ, സോ ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും IN കണ്ടുപിടിക്കുക. സോ IN of AEGI എന്ത് വരും, അതിൻ്റെ n values, m is equal to 4/1.5 വരിക, and n is 3/1.5. So IN is equal to 9.126, I think 9.126. Okay, next is BGH. BGHൻ്റെ എന്ത് വരും, BGHൻ്റെ IN value is, I think 4.77. 4.77. നെക്സ്റ്റ് CFGIൻ്റെ എന്ത് വരും, CFGIൻ്റെ എന്ത് വരും, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ എന്ത് വരിക. ഐ എം ഗെറ്റിംഗ് ഇറ്റ് 5.15. 5.15. ആൻഡ് ലാസ്റ്റ് DFGHൻ്റെ എന്ത് വരും, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എനിക്ക് 2.88 കിട്ടി. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. സോ 9.126 minus 4.77 minus 5.15 minus plus 2.88. 2.078. ഓക്കെ, ഈ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു നമ്മുടെ ലോഡ് ഇൻറ്റൻസിറ്റി എന്തായിരുന്നു 80. സോ ഇൻറ്റു 80 ചെയ്യുമ്പോൾ 166.24 166.24 kilonewton per meter square. സോ എന്താണ് ഇവിടെ
ഈ പ്ലസ്സും മൈനസുകളൊക്കെ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഇവിടുത്തെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ആക്ച്വലി ഈ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കോർണറിലേക്കുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ടോട്ടൽ റെക്റ്റാങ്കിൾ, അതായത് AEGA കണ്ടുപിടിക്കും. അതിൽ നിന്ന് ആ ലോഡില്ലാത്ത പോർഷൻ നമ്മൾ മൈനസ് ചെയ്യും. അതല്ലേ ഇതിൽ ചെയ്യണത്? യെസ്. അങ്ങനെ ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനനുസരിച്ച് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഐ ഗെസ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, നൗ അടുത്ത കേസ് നോക്കാം. If the point lies on the edge of the loaded area, അപ്പോൾ എന്ത് വരും? മേ ബി this is 1 and this is 2. നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ in of 1 plus in of 2 എന്ന് വരും. സോ ഓരോന്നിൻ്റെയും ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുക, ഇൻറ്റു നമ്മുടെ ലോഡ് ഇൻറ്റൻസിറ്റി ചെയ്യുക. അപ്പോൾ എന്താ വരിക? ആ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് എന്താ വരിക? അതിന് n വാല്യൂസ് എന്താ വരിക? ഒന്ന് ഡെപ്ത്ത് 1.2 മീറ്ററിലാട്ടോ കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്. ഫോർത്ത് കേസിൽ ക്വസ്റ്റനിൽ 1.2 മീറ്ററിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ എമ്മിൻ്റെ എന്നിൻ്റെ വാല്യൂസ് എന്ത് വരും? ഒന്ന് 2/1/2 വരും, 1.2 വരും. ആൻഡ് അനദർ is 1/1.2. So the influence coefficient is I'm getting it as 5.36. 5.36. And second rectangle in is 7.61. എനിക്ക് കിട്ടിയത് 7.61. നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ചെക്ക് ചെയ്ത് നോക്കൂ. So the in is, total in is in1 plus in2. So 5.36 plus 7.61 is equal to 12.97. 12.97. So this into any load intensity in the 80 into 12.97 is equal to I am getting some 1037.6. So whatever you get, I think the concept is clear. Concept clear ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. So this is all about Boussinesq solution, Boussinesq equations. ഇത്രയേ ഉള്ളൂ ബോസിനിക്സിൻ്റെ ഇക്വേഷൻസ്. ഈ ഫോർമുലാസ് ഫുൾ ഒരു ഐഡിയ ഉണ്ടാവണം. ഡാറ്റാസ് എല്ലാം ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടാവും. അത് പ്രോപ്പറായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യേ വേണ്ടു. ഓക്കെ.